സാലി റോസിൻ്റെ കൂട്ടുകാരെ, പ്രായമായി എന്നും പറഞ്ഞ് കുത്തിയിരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഞാൻ വേണ്ട 8 പാനൽ കുർത്തിയാണ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുണ്ട്. തയ്ച്ചിട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. നോക്കിക്കേ, ഇത് കൊച്ചു പിള്ളേർക്ക് മാത്രമേ ചേരുള്ളൂ. അതേ ഫ്രണ്ടിൽ സാലി റോസിൻ്റെ കൂട്ടുകാരെ, നമുക്കിന്നൊരു 8 പാനൽ നല്ല അടിപൊളി ഒരു കുർത്തി ഇന്ന് കട്ടിങ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. 3 മീറ്റർ ഫാബ്രിക് ആയത് 3 മീറ്റർ തുണിയാണ്. സാധാരണ വിഡ്ത്ത് 44 വിഡ്ത്തുള്ള 3 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ നമ്മൾ അനാർക്കലി മോഡൽ തയ്ക്കുമ്പം നമുക്ക് 2.5 മീറ്റർ കൊണ്ട് തയ്ക്കാൻ പറ്റില്ല. കാരണം പാനലിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് കൈ കിട്ടാതെ വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ തയ്ക്കണമെങ്കിൽ 3 മീറ്റർ, നല്ല വീതി ഉള്ളതാണെങ്കിൽ നമുക്ക് 2.5 മീറ്റർ വേണേൽ നിർത്താവേ. അപ്പം നമുക്കിത് ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കണേ. നമ്മൾ തുണി മൊത്തത്തിൽ നിവർത്തിയിട്ടിട്ട് തുണിയുടെ തേരിതാണല്ലോ, ഇതാ തേര്. അപ്പം തുണിയുടെ നീളം ഇത് കണ്ടോ, ഈ നീളം വെച്ച് നമ്മൾ തുണിയെ മടക്കുക, താഴോട്ട് മടക്കിയിടുക. മടക്കിയിടുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് എത്ര നീളം വേണം ആ നീളം വെച്ചാണ് നമ്മൾ തുണി മടക്കേണ്ടത്. നമുക്ക് തുണി അങ്ങനെ മടക്കിയിടാം. എനിക്ക് വേണ്ടത് 47 ഇഞ്ച് റെഡി ലെങ്ത് എനിക്ക് കിട്ടണം. തയ്ക്കുമ്പോൾ 47 ഇഞ്ച് കിട്ടണം. അതനുസരിച്ച് നമ്മൾ തുണിയുടെ നീളം നമ്മൾ മടക്കിയിട്ടെടുത്തൊന്ന് നോക്കുന്നു. 47 ഇഞ്ച്, 47 49 ഇഞ്ചുണ്ട്. കിടന്നോട്ടെ, അനാർക്കലി മോഡലിൽ തയ്ക്കുമ്പോൾ നല്ല ഇറക്കം നമുക്ക് വേണം. അപ്പം നമ്മൾ 49 ഇഞ്ചിൽ ഈ തുണിയെ മൊത്തത്തിൽ 2ആയിട്ട് മടക്കുക. എടുത്തിരിക്കുന്ന ലെങ്തിന് ശേഷമുള്ള തുണിയെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് ഇതിന്ന് വേണം കൈ എടുക്കാനും ഫ്രണ്ടിലെ യോക്കൊക്കെ വെക്കണമെങ്കിൽ നമുക്കതിനെല്ലാം ഇത് ഉപയോഗിക്കാം. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ നിങ്ങളൊന്നുകൂടെ നോക്കുക. തുണി കൃത്യം നീളത്തിൽ 2ആയിട്ട് മടക്കിയെടുത്തു. അതിന് ശേഷം തുണിയെ മൊത്തത്തിൽ നമ്മൾ വിരിച്ചിട്ടതിന് ശേഷം വീതിയിലും ഒന്നുകൂടെ മടക്കി കൃത്യമായിട്ട് നമ്മൾ മടക്കി. അറിയാം, 1 2 3 4 4 ഫോൾഡായിട്ട് നമ്മളിതിനെ വൃത്തിയായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് 8 പാനലാണ് വേണ്ടത്. ഫ്രണ്ടിൽ 4, ബാക്കിലും 4, 8 പാനലാണ്. അതിന് നമുക്ക് ചില കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ ഞാൻ ഇവിടെ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല, ഞാൻ കാണിച്ചു തരാം ഇപ്പം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വെട്ടുന്ന കൂടെ പറഞ്ഞു തന്നോളാം കേട്ടോ. സമയമെടുത്ത് പറഞ്ഞു തന്നോളാം. നമുക്കതിന് അറിയേണ്ടത് നമ്മുടെ ചെസ്റ്റ് അളവല്ല, ഫുൾ ബസ്റ്റ് അളവാണ് വേണ്ടത്. ബോഡിയിൽ നിന്നെടുത്ത ഫുൾ ബസ്റ്റ് അളവ് നമ്മൾ കണക്ക് കൂട്ടി നോക്കുന്നു. അപ്പം 30 നമുക്ക് ബസ്റ്റ് അളവ് 40. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് ലൂസ് ഇടുന്നു. അപ്പം നമുക്ക് അത്ര 42. അതിന് എത്ര പാനലാണ് നമുക്ക് ആക്കേണ്ടത്? 8 അല്ലേ? അതുകൊണ്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.25 കിട്ടും. 5.25ൻ്റെ കൂടെ 2 വശത്ത് തയ്യൽ തുമ്പെല്ലാം നമുക്ക് വേണ്ട, ലൂസും തയ്യൽ തുമ്പും വേണ്ടോണ്ട് 1 ഇഞ്ച് അതിലൂടെ കൂടും. 5.25 1 6.25. ആ 6.25 നമ്മളിവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഇവിടം കട്ട് ചെയ്തതല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതും കൂടി കട്ട് ചെയ്യണം. മറക്കരുതേ. അപ്പം നമ്മൾ ശരിക്കും 4 സെപ്പറേറ്റ് പീസാണെന്നുള്ള കാര്യം മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് കൃത്യം നോക്കിയാൽ നിങ്ങൾ ഇത് കണ്ടോ, 1 2 3 4 പീസായിട്ട് മാറ്റി. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ 6.25 എന്നുള്ള അളവ് ഇവിടെ അടയാളപ്പെടുത്തുന്നു. 6.25 അടയാളപ്പെടുത്തുന്നു. 6.25 അടയാളപ്പെടുത്തി. ഇവിടെയും നമ്മൾ 6.25 അടയാളപ്പെടുത്തുന്നു. നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ ഷേപ്പായ 15 ഇഞ്ച്, നമ്മൾ സാധാരണ ഷേപ്പ് വേസ്റ്റ് അടയാളപ്പെടുന്ന 15-ലല്ലേ, ആ 15 വരെ നമുക്ക് എത്ര വേണം?
ആ 15 എന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർക്കണം. 15 വരെ നമുക്ക് എത്ര എടുത്താൽ മതി? 6.25 എടുത്താൽ മതി. സ്വല്പം കൂടി ഇത് നീക്കണം എനിക്ക്. അപ്പം നമ്മൾ ഇവിടെ വരെ 6.25 എടുത്തു. പൊക്കം കുറഞ്ഞവർക്ക് 15 വേണ്ട കേട്ടോ. ഒരു 14.5 14 കൊണ്ട് നിർത്താം. ഒരു ഇടത്തരക്കാർക്കൊക്കെ ആവറേജ് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ഇപ്പം നിങ്ങൾ മനസ്സിലായല്ലോ, മുകളിൽ നിന്ന് 15 ഇഞ്ച് വരെയും നമ്മൾ 6.25 എടുത്തു. ഇനി നമ്മളിവിടെ താഴോട്ട് നോക്കുക. താഴോട്ട് നോക്കുമ്പം ഈ തുണിയുടെ മൊത്തം വീതി എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നു. നമുക്ക് 22.5 ഇഞ്ച് വീതിയുണ്ട്. അതിൻ്റെ നേർ പകുതി 11.25 അല്ലേ? ഈ 11.25 എവിടെ വരുന്നോ അതിനെ നമ്മൾ അവിടെ അടയാളപ്പെടുത്തുന്നു. അതാണ് നമ്മുടെ താഴത്തെ വീതി എന്ന് പറയുന്നത്. അപ്പം ഈ 11 അല്ലെ 11.25 നമ്മളുടെ ഈ 15 എന്ന് നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നതും കൂടെ ചേർത്ത് നമുക്കൊരു ലൈൻ വരയ്ക്കാം. 2 നീളം അത്രേ ഉള്ളൂ. കണ്ടോ? നമ്മൾ എ ലൈൻ പോലെ തന്നെ നമ്മൾ ഷേപ്പിൽ ഇത് വരച്ചു. ഇത്രയും പിന്നെ സംശയം നിങ്ങൾക്കൊന്നുമില്ലല്ലോ. ഇത് ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് മാറ്റാൻ പോവാം. ഇപ്പൊ നമുക്ക് എത്ര പീസ് കിട്ടി? നമുക്ക് 4 പീസ് കിട്ടി. കണ്ടോ? നമുക്ക് ഇപ്പോൾ എത്ര പീസായി? 4 പീസായി. ഈ 4 പീസിനെ നമ്മൾ ഇനിയും നമുക്ക് ഇതേന്ന് വേണം വെട്ടിയെടുക്കാനായിട്ട്. അതിന് ഞാൻ ഇത് കണ്ടു, ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഇവിടെ ഷേപ്പിൽ വേറൊരു ഷേപ്പിലായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഈ നേരെ ഇരിക്കുന്ന, അതായത് ഒരുപോലെ ഇരിക്കുന്ന ഈ 4 പേരെയും കൂടെ ഒന്ന് തിരിച്ചിടാൻ പോവുക. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കണം. ഈ ഇവിടെയല്ലേ വീതി കൂടിയത്? ഈ വീതി കൂടിയത് താഴോട്ട് വരത്തക്ക രീതിയിൽ ഇങ്ങനെ തിരിച്ചിട്ടു. തിരിച്ചിടുമ്പോഴും നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇവിടെ 4 പീസിൻ്റേത് ഒരുപോലെ ആയിരിക്കണം. ഇതിൽ 2 പീസിനെ ഞാൻ മാറ്റുക. എനിക്കൊരു പ്രത്യേക കാരണമുണ്ട്, അതുകൊണ്ടാണേ. ഇനി എത്ര പീസേ ഉള്ളൂ? 2 പീസേ ഉള്ളൂ. ആ 2 പീസിനെ മുമ്പത്തെ പോലെ തന്നെ ഞാനിങ്ങനെ വയ്ക്കുന്നു. കണ്ടല്ലോ? എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതിനെ എടുത്ത് വെക്കുക. ഇപ്പം എല്ലാത്തിൻ്റെ നിങ്ങൾക്കറിയാം, എല്ലാം ഒരുപോലെ ആയിരിക്കുന്നത്. ഏറ്റക്കുറച്ചിലൊന്നും വരാതെ എല്ലാം ഒരേപോലെ തന്നെ നമ്മൾ വെക്കുന്നു. കണ്ടോ? നമുക്കെല്ലാം കൃത്യമായിട്ട് കിട്ടിയില്ലേ? നമ്മളിനി ഇതിനെ വീണ്ടും ഈ ഇതിലൂടെ അടയാളപ്പെടുത്തി സ്വല്പം കൂടെ ഫ്ലെയർ കിട്ടണമെങ്കിൽ നമുക്ക് ഈ 11 കഴിഞ്ഞ് ഇവിടെ ഇത്രയും സ്പേസ് കൂടുതലില്ലേ, നമുക്കതിനെ ഒരു 3 ഇഞ്ച് കൂടെ കൂടുതൽ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഷേപ്പ് ഇച്ചിരി ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം. കണ്ടോ? എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം മുമ്പത്തെ പോലെ തന്നെ. ഇപ്പം നമുക്ക് എത്ര പീസായി? 4 2 6 പീസ്. ഇത് നമുക്ക് മിച്ചമല്ലേ? നമുക്കിത് മാറ്റി വെക്കാം. ഒന്ന് എടുത്ത് മാറ്റുവാണേ. നമ്മൾ ആദ്യം വെട്ടിയ 4 പീസില്ലേ, ഞാനിതിനെ ഒന്നും ചെയ്തിട്ടില്ല, അതവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ മാറ്റി വെച്ച 2 പീസില്ലേ, എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ച 2 പീസ്, ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തത് ഫ്രണ്ട് ഓപ്പൺ അല്ല, നമ്മൾ കൂട്ടിയടിക്കുമല്ലോ എന്താണെങ്കിലും പാനൽ. ആ കൂട്ടിയടിക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ടിൽ സ്ലിറ്റ് വേണം. അതിനു വേണ്ടി എനിക്ക് 1 ഇഞ്ച് എക്സ്ട്രാ നീട്ടിയിടണം. ഇവിടെ വീതി കൂടുതൽ വേണം. അതിനു വേണ്ടിയാണേ. ആ 1 ഇഞ്ച് മുകളിൽ നിന്നേ ഞാനത് കൊടുക്കുക. 1 ഇഞ്ച് മതി. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ 1 ഇഞ്ചിലേക്ക് ഇത് കണ്ടോണേ, ഇതിനെ ആ 1 ഇഞ്ച് നീക്കി നമ്മൾ മുമ്പത്തെ പോലെ തന്നെ വീണ്ടും നമ്മുടെ തുണിയെ അറേഞ്ച് ചെയ്യുന്നു. കണ്ടോ?
മുമ്പത്തെ പോലെ തന്നെ വെച്ചു. ഇവിടെ എത്ര ഉണ്ട്? ആ കറക്റ്റ് 1 ഇഞ്ച് തള്ളി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴും ഇവിടെ എല്ലാം കറക്റ്റ് ആയിരിക്കണം നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേ ഷേപ്പിൽ മുമ്പത്തെ പോലെ തന്നെ നമുക്ക് വരയ്ക്കാം. ഇവിടെ വരുമ്പം സ്വല്പം ആ ഉള്ളത്രയും തുണി കളയണ്ട, അത് നമ്മൾ രീതിയിൽ എടുക്കുന്നു. ഇതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെ തയ്ക്കുന്നത് നിങ്ങൾ നോക്കിക്കോണേ, മാറിപ്പോകല്ലേ. ഇതാണ് നമ്മുടെ 4 പീസ്. ഇതാണ് ഞാൻ 1 ഇഞ്ച് വീതി കൂട്ടിയെടുത്തേക്കുന്നത്. അപ്പം ഇതായിരിക്കും നമുക്ക് ഫ്രണ്ടിൽ വരാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്നാ ചെയ്യും? ഇതും ഇതിൻ്റെ രണ്ടിൻ്റെ നല്ല വശം വെച്ച് നമ്മളിങ്ങനെ അടിച്ചെടുക്കും. കണ്ടല്ലോ? അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം നമ്മൾ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ തയ്ക്കും. ഇനിയും നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ആദ്യം വെട്ടി വെച്ചേക്കുന്ന 4 പീസില്ലേ, ആദ്യം വെച്ചേക്കുന്ന 4 പീസ് മാറിപ്പോകല്ലേ, അതിൽ 2 എണ്ണം നമ്മൾ ഇങ്ങെടുക്കണം. എപ്പോഴും അത് ഓർത്തണം, വെട്ടുമ്പോൾ തന്നെ വേണം 2 എണ്ണം മാറ്റി വെച്ചു. എന്നിട്ട് ഈ 2 പേരിൽ ഓരോരുത്തരെ, ഇത് കണ്ടോണേ, ഓരോരുത്തരെയാണ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഈ വളഞ്ഞ വശത്തേക്ക് നമുക്ക് വരേണ്ടത് ഇതിൻ്റെ നല്ല വശമായിരിക്കണം, അത് ഓർത്തോണം. അതനുസരിച്ച് വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാൻ. അപ്പം നമുക്ക് ഏത് വരും? ഇത് വരും. ഇത് കണ്ടോ, ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശവും ഇതിങ്ങനെ എ ലൈനിൽ വരുന്ന വശവും. അപ്പം ഇങ്ങനെ വരും. അപ്പം നമ്മൾ തയ്ക്കുന്നത് ഇങ്ങനെ രണ്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്തായി. 1 പീസ് ഇവിടെയും മാറ്റി വെച്ച 1 പീസ് ഇവിടെ വരും, 1 പീസ് ഇവിടെ വരും. ഇതന്നെ കണ്ടോ, എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഈ വളഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെക്കണം. വളഞ്ഞതോടെ വരില്ലേ. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പം തന്നെ വേണമെങ്കിൽ ഒന്ന് പിൻകുത്തി വെക്കുവോ, മാറിപ്പോകാതിരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാം. ബാക്കി പീസുകളെ കൂട്ടിച്ചേർത്ത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതല്ലേ നമ്മൾ ആദ്യം കട്ട് ചെയ്ത 2 പീസ്. ആ 2 പീസിൻ്റെയും നമ്മൾ മുമ്പത്തെ പോലെ തന്നെ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാനായിട്ട് നമ്മൾ ഒന്നിച്ചു വെക്കുന്നു. കണ്ടല്ലോ? അതിനുശേഷം ഇനി നമുക്ക് 2 പീസുണ്ട്. ആ 2 പീസിനെ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇത്രയും മാത്രം ഓർത്താൽ മതി. ഈ വളഞ്ഞിരിക്കുന്ന ഭാഗം തമ്മിൽ ചേർക്കരുത്. ഇങ്ങനെ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് നേരെയുള്ള ഭാഗമായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റേതും ഒരു നല്ല ഭാഗമല്ലേ. അപ്പം ഇതിവിടെ വരും, ഇവിടെ വരും. ഇതിങ്ങനെ വരും. ഇത് ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത് കണ്ടോ, ഇത് രണ്ടും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇത് കേർവ്ഡാണ്, ഇതും കേർവ്ഡാണ്. അപ്പം കേർവ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വളഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് അടുത്തതിൻ്റെ നേരെയുള്ള ഭാഗമായിരിക്കണം. അതിനാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ബാക്ക് പോർഷൻ. അപ്പം ഇതും അത് ഞാൻ കൂട്ടി തയ്ച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ചെയ്തേക്കാവേ. വേണ്ടത് നിങ്ങൾ പറഞ്ഞു 36 ചെസ്റ്റ് അളവുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണം? 9. 9ൻ്റെ കൂടെ 1/2 ഇഞ്ചൂടെ കൂട്ടി 9.5 നമുക്ക് കിട്ടിയാൽ മതി. എന്ത് കിട്ടിയാൽ മതി? 9.5 വിഡ്ത്ത് കിട്ടിയാൽ മതി. 9.5 ഇഞ്ചിൽ എടുത്തു. നോക്കിക്കേ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. അതായത് നമ്മൾ 2 സ്ലീവ് എടുക്കാനായിട്ട് 9.5 ഇഞ്ചിൽ നമ്മൾ മടക്കിയിട്ടു. നമുക്കിനിയും ഇന്ന് സ്ലീവ് സ്കെയിൽ വെച്ചാ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. സ്ലീവ് സ്കെയിൽ വെച്ച് കേട്ടോ. അതിന് നമുക്ക് ഇറക്കം നമുക്ക് 14 ഇഞ്ച് 14 ഇഞ്ചിൽ ഇറക്കമെടുത്തു. കണ്ടല്ലോ? 14 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം.
14 ഇഞ്ചിൽ നമ്മൾ വരച്ചു. 14 ഇഞ്ചിൽ നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി. എനിക്ക് വേണ്ട എൻ്റെ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 3.25. കണ്ടല്ലോ, 3.25 നമ്മൾ ഒരു മെഷർമെൻറ്റ് കൊടുത്തു. ഇനിയും എനിക്ക് വേണ്ട ഇതെന്ന് പറയുന്നത് 8.25 നമ്മൾ കൃത്യം 8.25 അടയാളപ്പെടുത്തി. അവിടെ നിന്ന് ഇത് എത്ര ഉണ്ടെന്ന് നോക്കിയ സീം, ഇത് 1.25 നമുക്ക് സീം അലവൻസ് ഉണ്ട്. അവിടെ നിന്നുണ്ട് ഇവിടെ നമുക്ക് വേണ്ട അടിവണ്ണം കൈയുടേത് 5 ഇഞ്ചാണ്. അവിടെ നിന്ന് നമ്മൾ 2 ഇഞ്ച് സീം എടുത്തു. നമ്മൾ ഷേപ്പ് സ്കെയിലിൽ നമുക്കിത് കൂട്ടിച്ചേർക്കാം. ഷേപ്പ് സ്കെയിൽ കയ്യിലില്ലാത്തതുകൊണ്ട് ലോങ് സ്കെയിൽ എടുക്കുന്നു. ഇല്ലാത്തതുകൊണ്ടല്ല, ഇപ്പം ഇങ്ങനെ വച്ചു. ഇതും നമ്മൾ കൂട്ടിച്ചേർക്കും. തന്നെ ഇത്രയും വരെ മനസ്സിലായല്ലോ. ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോണേ. ഈ ഭാഗമില്ലേ, ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഈ വണ്ണമുള്ള ഭാഗം ഈ മൂലയിലോട്ട് കൃത്യം മുട്ടിച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ക്യാപ്പ് ഹൈറ്റ് വരച്ചേക്കുന്ന പോയിന്റിൽ വെച്ചു. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ കൊണ്ട് അടയാളപ്പെടുത്തി. നല്ല കുട്ടപ്പനായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് വന്നു. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഫുള്ളല്ലേ വെച്ചത്, ഇവിടുന്ന് കൃത്യം 1 ഇഞ്ച് ഇത് മുന്നോട്ട് തള്ളിയെടുക്കുന്നു. കണ്ടോ, 1 ഇഞ്ച് മുന്നോട്ട് തള്ളി. ഇനി ഈ ക്യാപ്പ് ഹൈറ്റ് അതേ പഴയ പൊസിഷനിൽ തന്നെ കൊണ്ടുപോയി വെക്കുന്നു. കണ്ടോ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഏതാ എടുക്കേണ്ടത്, ബാക്ക് പോർഷൻ വെട്ടാൻ മറക്കല്ലേ. നമുക്ക് നെക്കിനൊക്കെ ആകെ ഇനി ഇത്രയേ ഉള്ളൂ, മതിയായിരിക്കില്ലേ. ഇനി നമുക്കിത് നിവർത്തിയിട്ടിട്ട് രണ്ട് വശവും ഒരുപോലെയാണോ നമ്മൾ നോക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ച് ഇത്രയും അവിടെ നമുക്കൊരു അടയാളം കൂടെ കൊടുത്തേക്കാം. ഇനി ഞാൻ തയ്ച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നുള്ളത്. നിങ്ങളിത് കണ്ടല്ലോ, ഇത് കണ്ടോ, നമ്മൾ 4 പാനൽ കൂട്ടിയടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, 4 എണ്ണമാണ്. ഇത് നമുക്ക് ബാക്ക് പാർട്ടാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് പാനലും ഞാൻ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഒന്നിന് മീതെ ഒന്നായിട്ട് വെക്കുന്നു. ഫ്രണ്ട് പാനൽ ഞാൻ പറഞ്ഞില്ല, ഒരു സ്വല്പം ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടെന്ന് പറഞ്ഞില്ലേ, അതും എന്നാലും നമുക്ക് സാരമില്ല. അതിൻ്റെ കൂട്ടുതയ്യലെല്ലാം കൂടെ ഒരുപോലെ വെച്ച് നമ്മളിതിനെ എല്ലാം നേരെ വെക്കുന്നു, കൃത്യമായിട്ട് വെക്കുന്നു. കണ്ടല്ലോ, ഇല്ല ഞാനൊന്ന് നിവർത്തിയിടട്ടെ. കണ്ടോ, എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പം രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണേ, അല്ല ശരിയാകത്തില്ല. വേണമെങ്കിൽ 2 പിൻ നമുക്ക് കുത്തി വെക്കാം. രണ്ടും ഒരുപോലെയാണ്. പിന്നെ സ്റ്റിച്ചിങ് ഒരുപോലെ നിൽക്കട്ടെ. കാരണം നെക്കൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുമ്പോഴൊക്കെ തെറ്റരുത്, അതിനാണേ പറയുന്നത്. ഇത് മാത്രം ഞാനൊന്ന് ഇത് മാത്രം ഒന്ന് ഞാൻ പിൻ ചെയ്ത് വെച്ചേ. നമ്മൾ ഇനിയും നമ്മുടെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മെഷർമെന്റ് ആരംഭിക്കാൻ പോവുക. ഏത് കഴുത്തായി എന്ത് കഴുത്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ സത്യം പറയട്ടെ, കഴുത്ത് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഞാനൊരു കഴുത്തൊക്കെ എങ്ങനെ തയ്ക്കും, അങ്ങനെ എൻ്റെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അല്ലല്ലോ. നമുക്ക് വേണ്ടത് തന്നെ ഇത് ഫ്രണ്ട് പീസാണെന്നുള്ള ധാരണയിൽ നമ്മൾ ഇവിടെ തൊട്ട് നമുക്ക് നെക്ക് എന്താണെങ്കിലും എനിക്കൊരു 3.25 ഇഞ്ച് വേണം. നമ്മൾ എന്താ പറയുക, പാറ്റേൺ വെച്ചാണ് അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ചാണെങ്കിലും എനിക്ക് 3.25 വേണം. അതുകൊണ്ട് ഞാൻ 3.25 വരയ്ക്കുന്നു. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ളത് അടയാളപ്പെടുത്താം. 3.25 ഫ്രണ്ട് പാർട്ടിലേക്ക് ഒരു ഇറക്കം ഒരു 6 ഇഞ്ച് വേണം. അതുകൊണ്ട് 6 ഇഞ്ചിൽ വരയ്ക്കുന്നു. നമ്മൾ 6ഉം 3.25 ചേർത്ത് നമുക്കൊരു നെക്ക് വരയ്ക്കാം. ഇപ്പം ഞാനിത് വെറുതെ വരച്ച് കാണിക്കുന്നേ ഉള്ളേ. നിങ്ങൾ തുടക്കക്കാരെങ്കിലും കണ്ടോട്ടെന്ന് ഓർക്കൊണ്ടാണേ.
നമ്മൾ അങ്ങനെ ഒരു ഉണ്ടോ യൂനെക്ക് വരയ്ക്കുന്നു. ഇനി ബാക്കിൽ നമുക്ക് ഞാൻ കുത്തി വെച്ചേക്കുകയാണ്, അതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല. ബാക്കിലും 3.25 ഇഞ്ചിൽ കാണിച്ചേക്കാം അല്ലേ. ഒരു 4 ഇഞ്ച് നമുക്ക് ഇറക്കം കൊടുക്കാം. 4 ഇഞ്ച് ഇറക്കം കൊടുക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഒരു യൂനെക്ക് 3.25 നമ്മൾ ഒരു യൂനെക്ക് വരച്ചേക്കാം. കണ്ടോ? അപ്പം നെക്ക് രണ്ടും തീരുമാനമായി. നമ്മുടെ നെക്കിൻ്റെ കാര്യം ശരിയായി. നമുക്കിനി ഷോൾഡർ നെക്കൊക്കെ ഇത്രയും വലുതായതുകൊണ്ട് ഷോൾഡർ ഒരുപാട് വേണ്ട. 7 ഇഞ്ച് ആണ് ഷോൾഡർ വേണ്ടത്. ഇത് എനിക്ക് തന്നെയാണ് 37 ചെസ്റ്റ് അളവുള്ള ആൾക്ക്. 36 37 കൂട്ടിക്കോ. ചെസ്റ്റ് അളവുള്ള എനിക്ക് എത്ര ഞാൻ എടുത്തേക്കുന്നത് 7 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് കൊടുക്കുന്നു. അവിടെ നിന്ന് 7 ഇഞ്ച് ഞാൻ നമ്മുടെ ആം ഹോളിന് വേണ്ടി വരയ്ക്കുന്നു. നമുക്ക് ഇവിടെ നിന്നും 7 ഇഞ്ചാണെന്ന് നോക്കുന്നു. അതെ, ഇതിനെല്ലാം ചേർത്ത് നമുക്കൊരു ലൈൻ വരയ്ക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? വെള്ളയായതുകൊണ്ട് സംശയമുണ്ട്. അപ്പം 36 ചെസ്റ്റും 4ഉം 36 4ഉം 40. 40ൻ്റെ 4 10 നമ്മൾ കൊടുക്കുന്നു. കണ്ടോ? നമുക്ക് ഇഷ്ടം പോലെ 2 ഇഞ്ച് സീം ഉണ്ട്. അത് 2 അവിടെ കിടന്നോട്ടെ. ഇനി നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് 15 ഇഞ്ചിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 15 ഇഞ്ചിൽ ഷേപ്പ് എന്ന് പറയുന്നത് 34ആണ്. 34 2 36, അതിൻ്റെ 4 9. ഇനി ഉണ്ടാക്കിടാനൊന്നും പോകണ്ടല്ലോ. അപ്പം നമുക്ക് ഒത്തിരി വേണ്ട. 9 കൊടുക്കുന്നു. അവിടെ നിന്നും നമ്മൾ 2 ഇഞ്ച് കൊടുക്കുന്നു. ഇനി നമ്മുടെ ഹിപ്പിൻ്റെ വണ്ണം ഇതൊന്നും വേണം നിർബന്ധമില്ല, കാരണം ഇതിങ്ങനെ ഒരു ഷേപ്പിൽ അങ്ങ് പോവുക. വേണമെങ്കിൽ നമുക്ക് കൊടുത്താൽ മതി കേട്ടോ. വേണമെങ്കിൽ നമുക്കിങ്ങനെ അളന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് നമുക്കിങ്ങനെ താഴോട്ട് ചേർത്തെന്ന് വരയ്ക്കാം. ഇനി നമുക്ക് ആംഹോൾ കർവും കൂടെ വരയ്ക്കാം. നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കിൻ്റെ എല്ലാം കഴിഞ്ഞു. നെക്കായി, ഷോൾഡറായി, ഷേപ്പായി. ഇനി നമുക്ക് ബാക്കി സാധാരണ പോലെ തന്നെ ചെയ്താൽ മതി. കാണിച്ചില്ല, നമുക്ക് ഇവിടുന്ന് സ്ലോപ്പ് ഞാൻ വരച്ചില്ല, എങ്കിലും 1/2 ഇഞ്ച് സ്ലോപ്പ് നമ്മൾ കൊടുക്കുന്നു. ഇതിലൂടെ അങ്ങ് ഷേപ്പ് ചെയ്തേക്കാം. ഇനി പിന്നെ നിങ്ങളെ തുടക്കക്കാരൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് കണ്ടോ, ഇതൊരിക്കലും കറക്റ്റായിട്ടല്ലായിരിക്കും അടി നിൽക്കുന്നത്. അയ്യോ എൻ്റെ തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊച്ചുപിള്ളേരോ അല്ലെ തുടക്കക്കാരോ വിഷമിച്ചേക്കല്ലേ. കൊച്ചുപിള്ളേരാകണമെന്നില്ല, തുടങ്ങുന്നവരല്ല, എനിക്ക് കൊച്ചുപിള്ളേരാ. അപ്പോൾ എന്ത് ചെയ്ത് കണ്ടോ, കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നത് കണ്ടോ, എല്ലാ പീസിലും ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അത് നമുക്ക് കൃത്യമായിട്ട് അളന്ന് നമുക്കിത് മുഴുവനും കട്ട് ചെയ്ത് കളയണം. ഇപ്പം കളയണം നിർബന്ധമില്ല. ഇതൊക്കെ നമുക്ക് ശരിക്കും എല്ലാം തയ്ച്ച് ഫിനിഷ് ചെയ്ത് ഇറക്കമൊക്കെ നോക്കിയിട്ട് കളഞ്ഞാൽ മതി. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം കണ്ടോ, ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ഇവിടെ അന്നേരം ഇവിടെ ഉണ്ട് ഏറ്റക്കുറച്ചിൽ. അപ്പോൾ ഇത് കൂടുതൽ ഇനി നമുക്ക് കണ്ടിച്ച് കളയേണ്ടതായി വരും. അതിനെല്ലാം നമുക്ക് കൃത്യമായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഈ എൻഡിൽ എന്താണെന്ന് പറഞ്ഞാലും ഈ എൻഡ് വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു 2 ഇഞ്ച് കയറ്റി കളയണം കേട്ടോ. എത്ര ഈ നല്ലതായിട്ടാണ് നിൽക്കുന്നെങ്കിൽ പോലും സൈഡ് ഭാഗം കുറച്ചുകൂടി കളയണം. അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കും. കോട്ടൺ ആണെങ്കിലും തൂങ്ങിക്കിടക്കും കേട്ടോ. അപ്പം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് ചെയ്യേണ്ടത് നെക്ക് റെഡിയാക്കുക, സ്ലീവ് പിടിപ്പിക്കുക, അത്രേ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇത് കണ്ടോ, ഫ്രണ്ട് സ്ലിറ്റ് ഞാൻ ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിൽ ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ടിരുന്നില്ലേ, അതേ ഞാനിങ്ങനെ സ്ലിറ്റായിട്ട് നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ സ്ലിറ്റാക്കി തയ്ച്ച് കഴിഞ്ഞു. അപ്പം ബാക്കി തയ്ക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടല്ലോ. നെക്ക് ഇതുപോലെ പാറ്റേൺ ഈ സാധാ യൂനൊക്കെ എടുത്തു. ഫ്രണ്ടിൽ ഇതുണ്ട്, ഇങ്ങനൊരു യോക്ക് പോലെ എക്സ്ട്രാ വെക്കാൻ വേണ്ടി ഞാൻ പാറ്റേൺ ഇതിൽ തേച്ച് പിടിപ്പിച്ചേക്കുക. കണ്ടോ, നമ്മുടെ ഈ നൈറ്റിയുടെ പീസിൻ്റെ മോശം ഭാഗത്തോട്ട് വെച്ച് നമുക്കിങ്ങനെ എടുത്തു. ഇനി നമുക്കിങ്ങനെ ഇതിൻ്റെ എല്ലാം അരിക്
അരികെ നമുക്കിങ്ങനെ അരികെ മടക്കി അടിച്ചുകൊണ്ട് വരാം. എന്നിട്ട് ഞാനൊരു കാര്യം കൂടി ചെയ്യും. ഇതിൻ്റെ പുറത്ത് ഇവിടെ വല്ലേ നമുക്ക് ഫ്രണ്ടിൽ വരുന്നേ ഇവിടെ ഞാനൊരു ബ്ലാക്ക് നെറ്റിൻ്റെ പീസും കൂടെ വെക്കാൻ പോവാണേ. ഇത് ഫ്രണ്ട് പാർട്ടിൽ ഞാൻ പറഞ്ഞില്ലേ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിരുന്നില്ലേ അടിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനെ അടിച്ചെടുത്ത ഫ്രണ്ട് പാനലിൻ്റെ മോശം വശത്തോട്ട് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്ന പാറ്റേണിൻ്റെ നല്ല വശം വെക്കണം. അങ്ങനെ ഒരു പ്രത്യേകതയാണ്. ഇതാ നല്ല വശം, കണ്ടോ? നെറ്റ് വെക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നെറ്റ് വെച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് എങ്ങനെ വെച്ചേക്കെന്ന് നോക്കിയാൽ കണ്ടോ, മോശം വശത്തോട്ട് ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടും. ഇത് ബാക്ക് പാർട്ടിൽ വെക്കാനുള്ള പാറ്റേൺ എടുത്തേക്കുന്നത്. ഇത് കണ്ടോ, തയ്ച്ച് കഴിഞ്ഞു. എന്നിട്ട് സൈഡിൽ ഞാൻ നമ്മുടെ ഈ ചുരിദാർ തുണിയുടെ ഒരു ക്രോസ് പീസ് എടുത്ത് ചെറുതായിട്ടൊരു പൈപ്പിങ് കൊടുത്തു. കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഞാൻ കഴുത്തിങ്ങനെ കഴുത്തിലെ വെറുതെ അഴിച്ച് കളയും. എന്നിട്ട് നമ്മളിതങ്ങ് പതിച്ച് ചേർത്ത് പാനൽ കുർത്തിയൊക്കെ വെട്ടിത്തയ്ച്ച് ഇട്ടുകൊണ്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ 8 പാനൽ കുർത്തി. കണ്ടോ, ഇത്രയും നമുക്ക് വിരിവൊക്കെ ഉണ്ട്. ഞാൻ ഫ്രണ്ടിലൊരു സ്ലിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ. ഫ്രണ്ടിൽ സ്ലിറ്റ് ഇട്ട് നമ്മൾ തയ്ച്ചിരിക്കുന്നതാണ്. പ്രായമായി എന്നും പറഞ്ഞ് ഇനിയും 8 പാനൽ വേണ്ടാന്നും വെക്കണ്ട ആരും. ഞാനും ആദ്യമായിട്ടിട്ടത്. ഞാൻ ഇന്നാൾ നിങ്ങളെ 6 പാനൽ കുർത്തി തയ്ച്ചിട്ടിരുന്നു. ഞാനതിട്ട് വല്ലപ്പോഴൊക്കെ വീഡിയോ എടുക്കാറുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഒരു യോക്ക് എക്സ്ട്രാ വർക്കൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ. അതിൽ ഞാനൊരു ചുമ്മാ ഒരു നെറ്റ് എന്തെങ്കിലും ഒരു കോൺട്രാസ്റ്റ് കളറിന് വേണ്ടി നെറ്റ് വെച്ചിട്ടുള്ളത്. ഇത് കേട്ടോ, ബാക്ക് സൈഡിലൂടെ കാണിക്കാം. ചേരുവോന്ന് നോക്കിക്കേ. അതായത് തുണിയുടെ കളറും ഇതൊക്കെ എനിക്ക് ചേരുവോന്ന് അറിയത്തില്ല. ഞാൻ ഈ സാധാരണ ഉപയോഗിക്കാത്ത ഒരു കളറങ്ങ് എടുക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സാധാരണ പോലെ നമ്മുടെ 44 ഇഞ്ചുള്ള ചുരിദാർ മെറ്റീരിയൽ 3 മീറ്റർ എടുക്കണേ. നമുക്ക് കൈ വെക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും 3 മീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലൊരു ഡ്രസ്സ് തയ്ച്ചിടാം. എനിക്ക് തോന്നുന്നു, കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. എനിക്ക് ഇട്ടിട്ട് നല്ല സുഖമാണ്, നല്ലതാണ്. എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം.